മൈസൂർ. എന്നാ ടിക്കറ്റ്. അതെ, ബസ്സിന് ആരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ഫോൺ ഓഫ് ചെയ്തിട്ട്. നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ കൂടെ 5-6 വർഷം ഉണ്ടായിരുന്നാണ് സജി. അവനെല്ലാം നോക്കിയോളൂ. ആ, ഇത് വണ്ടി സ്റ്റാർട്ടായി. അച്ഛൻ പൊക്കോ. നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. പ്രശ്നം അന്വേഷണം സ്ട്രോങ്. സാറിന്മാരുടെ കൈ കിട്ടിയ പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഞാനെന്താണ് എന്നെ പിടിച്ചാലേ അയാളെ വെറുതെ ഹലോ, മുഖ്യമന്ത്രിയാണ്. ആര്? മുഖ്യമന്ത്രി. ഞാൻ നോക്കിക്കോളാം സാർ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു സാർ. ഓക്കെ. ഞാൻ ചെയ്തോളാം സാർ. ഓക്കെ ശരി. ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട, DGPയുടെ ഓർഡറാണ്. നാളെ രാവിലെ 7 മണിക്ക് മുഖ്യമന്ത്രി നേരിൽ പോയി കാണണം, നീയും നിന്റെ അപ്പനും. മനസ്സിലായോ? സാർ എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോ, പക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയില്ലേ പ്ലീസ്. അതൊക്കെ ഓരോന്ന് എഴുതി വിടുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇത് CMന്റെ ഡയറക്റ്റ് ഓർഡറാണ്. കിട്ടാനുള്ളത് നേരിട്ട് അങ്ങ് വാങ്ങിക്കോ. ടേക്ക് ഇറ്റ്. നടക്കടാ.
പൂജപ്പുരാണ് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വല്ലപ്പോഴും ഒന്ന് കാണാമായിരുന്നു. ഇത് നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് വല്ല കണ്ണൂരാ വിയൂരെ കൊണ്ട് നാക്കുമെന്ന എൻ്റെ പേടി. നീട് മാറിയിരുന്ന ഇവരാണ് സാർ. സാർ അകത്തോട്ട് ചെല്ലാമോ? ചെല്ലേ. വാ ഇരിക്കി. വന്നേ. ഇയാള് വേണ്ട, ഇയാളോ ശരി പോട്ടെ, പോയിട്ട് വരാന്ന് പറ. വന്നേ ബാബാ. ഹലോ. ഓ ഇവിടെ ഇരിക്കി. ഓ ഓടോ. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. നീയാണ് പോസ്റ്റ് ഇട്ടതില്ലേ? ഇവിടെ അരാജകത്വമാണ്, ഇവിടെ മുഴുവൻ അഴിമതിയാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പാർട്ടിക്കൊടിയുടെ വില പോലും നൽകാത്ത ഒരു ഗവൺമെൻറ് എന്തിനാണിവിടെ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുന്ന ജനപ്രതിനിധികൾ ഇന്നിവിടെ ഉണ്ടോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ? കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട്. കടക്കൽ ചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്.
ഇവിടെ തൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ സാറേ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അറിയാണ്ട് പറ്റിപ്പോയതാ. ആ പയ്യനോട് വിട്ടു. വാ വരാൻ വരൂ. ഗുഡ് മോർണിംഗ്. എല്ലാവരും എത്തിയോ? ഇരിക്കും. ഇത് സനൽ. സനലാണ് എനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല, വായിക്കാത്തവർക്ക് വായിക്കാം. ഇത് ദാസപ്പൻ, സനലിൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ആശുപത്രി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് സനിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, ഇല്ലല്ലോ? ഇല്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അന്ന് ആശുപത്രിയിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്രമീകരണങ്ങളാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇനിയൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റാതെ പോകുന്ന ഒരു വാഗ്ദാനമായിപ്പോൾ. കാരണം ഈ VIP പല ടൈപ്പാണല്ലോ. പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ സന്ദർശനങ്ങൾ, അത് ആശുപത്രിയിലായാലും ശരി, പൊതുസ്ഥലത്തായാലും ശരി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പിന്നെ അന്ന് ആശുപത്രിയിൽ വെച്ച് ഇവർക്കുണ്ടായ എല്ലാ അസൗകര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഇവരോട് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും ചായ കുടിച്ചിട്ട് പോയാൽ മതി. ചായ കുടിച്ചിട്ട് പോയാൽ മതി. കൃത്യസമയത്ത് അയാൾ അവിടെയും കയറി സ്കോർ ചെയ്തു. ബുദ്ധിമാണ്. നമുക്ക് വേറെ വല്ല വിഷയം ഉയർത്തിയാലോ? ഇതിപ്പോ ഇങ്ങനെയായില്ലേ? അതെ, ഇപ്പൊ പിന്മാറി അതൊരു ബലഹീനതയാണ്. സാറേ ഒരു കോളുണ്ട്. ആരാ? ബേബി സാറാ. ഹലോ, താങ്കൾ ഏത് പാർട്ടിക്കാരനാ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ താങ്കൾ അടുത്ത ഇലക്ഷൻ ഏത് പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുക? അടുത്ത തവണയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇതുപോലത്തെ മുഖ്യമന്ത്രിമാരെയാണ് നമ്മുടെ നാടിന് ആവശ്യം. മകന്റെ പോസ്റ്റ് നല്ല ഫോമിലാണല്ലോ. വ്യക്തിപരമായ അഭിപ്രായം എന്താ? ശരിക്കും പറഞ്ഞാൽ ഞാനത് വായിച്ചിട്ടില്ല. വായിച്ചാൽ പിന്നെ മനസ്സിലാവണമെന്നില്ല. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? നല്ല രീതിയിൽ എഴുതുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. സിസിലിയുടെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അവര് 3 പേരും കൂടി കറങ്ങാൻ പോയിരിക്കും. നീ എന്താ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? 2 ദിവസമായിട്ട് മൂത്രച്ചടച്ചില്ല. ഡോക്ടറെ കണ്ടില്ലേ? വെള്ളം കുടിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾ. നിന്റെ മാപ്പ് പറച്ചലിനപ്പുറം മറ്റൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊരു പ്രശ്നം തീർന്നു. വേറൊരു വിഷയമുണ്ട്. അവിടെ ഇതിനപ്പുറം നിന്റെ ഇടപെടൽ വേണം. എന്ത് വിഷയം? പ്രതിപക്ഷം ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ലേ? അവരതിൽ വളരെ സ്ട്രോങ്ങാണ്. ഞാൻ മുൻകൈ എടുത്തൊരു മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഹർത്താൽ എങ്ങനെയെങ്കിലും നമുക്ക് ഒഴിവാക്കണം. അത് നടന്നാൽ നമുക്ക് ക്ഷീണമാണ്. ദയാനന്ദൻ അയാളുടെ എല്ലാ കുരുട്ടുബുദ്ധിയും പ്രയോഗിക്കും, അത് നടത്താനും വിജയിപ്പിക്കാൻ. രണ്ടും സംഭവിക്കരുത്. അതിന് നിന്റെ കയ്യിലാണ്.